കോപ്പിയടി ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു കോപ്പിയടി ആണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കോപ്പിയടി അല്ലെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളോടും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു പടമാണ് സുഹൃത്തുക്കളെ. യെസ് ഗയ്സ്, അപ്പൊ ആൽഫ മൂവി ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആലിയ ഭട്ട് പ്രധാന വേഷത്തിൽ വരുന്ന ഒരു പുതിയ പടമാണ്. ആലിയ ഭട്ട് മാത്രമല്ല, ഷർവാരി ഉണ്ട്, പിന്നെ അതുപോലെ അനിൽ കപൂർ ഉണ്ട്, ബോബി ഡോൾ ഉണ്ട്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയ പുതിയ പടമാണ്. പിന്നെ അതുപോലെ ക്യാമിയോ ഉണ്ട്, നമ്മുടെ ഹൃത്തിക് റോഷൻ. ക്യാമിയോ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പേര് പറഞ്ഞത്. സോ ശിവ് റവാൽ ആണ് പടം ഡയറക്ട് ചെയ്തേക്കുന്നത്. എടാ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് കോപ്പിയടി ആണോ എന്ന് ചോദിച്ചാൽ കോപ്പിയടി ആണെന്നും പറയാം, അല്ലെന്നും പറയാം. അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടായ ഒരു സിറം ഉണ്ടല്ലോ, മറ്റേ സൂപ്പർ സിറം, അതുപോലുള്ള സാധനങ്ങൾ, സകലമായ സാധനങ്ങൾ ഈ പടത്തിനകത്തുണ്ട്. സോ ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട് ഒരു തിയേറ്ററിക്കൽ വാച്ചിനായിട്ടുള്ള ഒരു നല്ലൊരു പടമാണ്. ലോജിക്കും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട, ലോജിക്കും കാര്യങ്ങളും നോക്കാതെ കുറച്ചധികം നല്ല ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് കാണാനും, പിന്നെ അധികം കുറച്ചധികം ഹിന്ദി സിനിമകളിൽ കാണുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാം കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ സാധനമാണ്. ആലിയ ഭട്ട് അത്യാവശ്യം നല്ല വൃത്തിയോടൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രനേഡ് ഒക്കെ കടിച്ചുകൊണ്ട് പോകുന്ന ചില സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് അത്ര ലോജിക്ക് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര ലോജിക്കലി അല്ല. പക്ഷെ എന്നാൽ പോലും ലോജിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. പൊതുവെയുള്ള ഹിന്ദി പടങ്ങളുടെ കാര്യം അറിയാമല്ലോ, മറ്റേ ലോജിക്ക് വൈസ് വെച്ച് ഒന്നും നോക്കുകയും ചെയ്യില്ല. അതൊക്കെ നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ വല്ല ഗോദ്രേജിന് ലോക്കറിലൊക്കെ വെച്ചിട്ട് വേണം പോയി കാണാനായിട്ട്. സോ അതുപോലെ ഇതും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പോയിരുന്ന് കാണേണ്ട നല്ല കിടക്കാനായിട്ട് എൻജോയ് ചെയ്തിട്ട് ഒരു പടമാണ്. ബോബി ഡിയോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പുള്ളിയുടെ ഓറ, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ അതിൽ അനിൽ കപൂർ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ്. ക്യാമിയോ പൊളിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ക്യാമിയോസും കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പടം കണ്ടു മനസ്സിലാക്കുക. ഹൃതിക് റോഷൻ വന്ന ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ടൈമും അത് വെർത്തായിരുന്നു. സോ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോജിക്ക് പരമായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ മാറ്റി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെർത്തായിട്ടുള്ള ഒരു പടമായിരിക്കാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, രസമാണ്, കണ്ടിരിക്കാം. സോ കുറെ 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 പടങ്ങളിൽ നിന്നും കുറെ 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 സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിൽ ഉള്ള അവിയൽ, മീൻസ് നോട്ട് മറ്റേ മോശം അവിയൽ, ഇറ്റ്സ് എ ഗുഡ് അവിയൽ. അപ്പം സംഭവം നൈസാണ്, കണ്ടു നോക്കുക ആൽഫ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഇൻകേസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.